ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവസങ്ങളോളം മലമുകളിൽ ദൈവത്തെ ആരാധിച്ച് ദൈവവുമായിട്ടുള്ള ഏറ്റവും വലിയ ഇടപഴകലോടുകൂടെ ആയിരുന്ന മോശ, ആ മോശ താഴേക്ക് ഇറങ്ങി വരാതിരുന്നപ്പോൾ ഇതേ ജനത, ഇസ്രായേൽ ജനത, ദൈവം വിടുവിച്ച് അത്ഭുതമുള്ള കരത്താൽ ദൈവം വിടുവിച്ച് കാണിച്ച, അതായത് കടലിനെ പോലും പിളർത്തി ജലത്തിൻ്റെ നടുവിലൂടെ വിടുവിച്ച് കാണിച്ച ആ ജനത വഴിതെറ്റി പോകുന്നത് നമ്മുടെ മുൻപിൽ ഒരു വലിയ സാക്ഷ്യമാണ്. ഇന്ന് ക്രിസ്തീയ ജനത നമ്മുടെ ചുറ്റുപാടുകളിലും വഴിതെറ്റിപ്പോകുന്ന അതേ കാര്യം തന്നെ അവിടെ സംഭവിച്ചത്. അവർക്ക് അതൊരു പാഠമായും ശിക്ഷയായും കാണുമ്പോൾ നമ്മൾ അതിൽ നിന്നും എന്ത് ഉൾക്കൊള്ളുന്നു, ഈ ഇസ്രായേൽ ജനത്തിന് സംഭവിച്ച കാര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം. കാരണം അന്ന് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചതുപോലെ തന്നെ ഇന്ന് പലരും ഈ കാളക്കുട്ടിയെ അല്ലെങ്കിൽ മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി ഇത്തരം വിഗ്രഹ ആരാധനയിലേക്ക് പോകുന്നു. അതിന് അന്ന് അഹറോൻ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇന്നത്തെ പുരോഹിതരും ഇതിനെ അനേകമായി സപ്പോർട്ട് ചെയ്യുകയും ഇങ്ങനെയുള്ള വിഗ്രഹ ആരാധനയിലേക്ക് ജനത്തെ നയിക്കുകയും ചെയ്യുന്നു. അഹറോൻ അന്ന് പറഞ്ഞതുപോലെ ഞാനൊന്നും ചെയ്തില്ല, ഞാനാകെ സ്വർണം തീയിലേക്കിട്ടു, അത് കാളക്കുട്ടിയായി മാറി, ഈ ജനത്തിൻ്റെ തിന്മയിലേക്കുള്ള ചായ്വ് നിനക്കറിയാലോ മോശെ എന്ന് ചോദിക്കുന്ന പോലെ തന്നെ ഇന്നത്തെ പല അഹറോന്മാരും കൈ കഴുകി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം ഞാനൊന്നും ചെയ്തില്ല, ഞാനതിനെ കാണിച്ചു കൊടുത്തു, ഈ ജനം പിന്നെ വിഗ്രഹാരാധനയിലേക്ക് പോയി. ഞാൻ വിഗ്രഹത്തെ ആരാധിക്കാൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ട ആ രൂപം വെച്ച് ഞാനൊരു വിഗ്രഹം ഉണ്ടാക്കി കൊടുത്തു എന്ന് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. പക്ഷെ അതിനെ ആരാധിക്കാൻ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് യഹോവയെ ആരാധിക്കാൻ. എന്നാൽ ജനം ചെയ്തതാണ് തിന്മ എന്ന രീതിയിൽ അവർ കൈ കഴുകി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം, മോശ മലയിൽ നിന്നും ഇറങ്ങി വരാൻ വൈകിയപ്പോൾ ജനം ഞങ്ങൾക്ക് നയിക്കുവാൻ ദേവന്മാരെ ഉണ്ടാക്കി തരിക, ഞങ്ങൾക്ക് ദൈവത്തെ ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞ് അലമുറ കൂട്ടുകയും അഹറോൻ്റെ മുൻപിൽ വരികയും അഹറോൻ സ്വർണത്തെ വാങ്ങി ഇട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായതൊരു കാളക്കുട്ടിയാണ്. നമ്മളവിടെ 32-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, അവൻ അവ വാങ്ങി മൂശയിൽ ഉരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, ഇസ്രായേലെ, ഇതാ ഈജിപ്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ. അത് കണ്ടപ്പോൾ അഹറോൻ കാളക്കുട്ടിയുടെ മുൻപിൽ ഒരു ബലിപീഠം പണിതിട്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു, നാളെ കർത്താവിൻ്റെ ഉത്സവ ദിനമാണ്. അഹറോൻ വളരെ വിദഗ്ധമായിട്ട് ആ കാര്യങ്ങൾ നടത്തുന്നത്. ഉണ്ടാക്കിയത് കാളക്കുട്ടിയാണെങ്കിലും, ഉണ്ടാക്കിയതിന് നമ്മൾ വിഗ്രഹം എന്ന് വിളിച്ചാലും ആരാധന പോകേണ്ടത് കർത്താവിന് മാത്രമാണ്, യഹോവയ്ക്ക് മാത്രമാണ്. കാരണം നാളെ കർത്താവിൻ്റെ ദിനം എന്നാണ് അഹറോൻ പ്രഖ്യാപിച്ചത്. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലും കാണുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ്. അതായത് മനുഷ്യനിർമ്മിതമായ കരനിർമ്മിതമായ വിഗ്രഹമാണ് അവിടെ ഇരിക്കുന്നതെങ്കിലും നിങ്ങൾ ആ വിഗ്രഹത്തെ നോക്കേണ്ട, ആ വിഗ്രഹത്തിൻ്റെ പുറകിൽ ദൈവമാണുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ആരാധന ദൈവമേ സ്വീകരിക്കത്തുള്ളൂ, നിങ്ങളതിനെ തൊഴുതോ കെട്ടിപ്പിടിച്ചോ ഉമ്മ വെച്ചോ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന പ്രഖ്യാപനങ്ങളും എന്ന പ്രലോഭനകരമായിട്ടുള്ള ആ ആശയങ്ങളുമാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രചരിക്കുന്നത്. അഹറോൻ ചെയ്തതും ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നമ്മൾ ചിന്തിച്ചു നോക്കുക. കാരണം ഉണ്ടാക്കിയത് കാളക്കുട്ടിയാണെങ്കിലും ഉണ്ടാക്കിയത് വിഗ്രഹമാണെങ്കിലും യഹോവയുടെ ദിനം എന്നാണ് അഹറോൻ പ്രഖ്യാപിച്ചത്. ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലും എടുത്തുകൊണ്ട് നടക്കുകയും ചുറ്റുപാടുകളിലും നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി നടക്കുകയും ഓടുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മയ്ക്കുകയും മാലിടിക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാ വിഗ്രഹങ്ങളും, ആ വിഗ്രഹങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ദൈവത്തെയോ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതങ്ങളെയോ ബൈബിളിലുള്ള ഏതെങ്കിലും സംഭവത്തെയോ അതിൻ്റെ ഐക്കണോ മറ്റു കാര്യങ്ങളോ ആയിരിക്കുന്നുള്ളൂ. അപ്പോൾ അന്ന് അഹറോൻ ചെയ്ത ആ വിദ്യ തന്നെയാണ് ഇന്ന് പലരും ചെയ്യുന്നത്. എന്നാൽ അഹറോൻ അത് ചെയ്തത് ദൈവത്തിന് അനിഷ്ടമായോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ദൈവത്തിന് അനിഷ്ടമായോ? കാരണം അഹറോൻ കർത്താവിൻ്റെ ദിനം, അഹറോന് വേണമെങ്കിൽ ദൈവത്തോട് പറയാം, കർത്താവ് ഞാൻ നിൻ്റെ ദിനമാണെന്നല്ലേ പറഞ്ഞത്. പക്ഷെ ദൈവം അതെങ്ങനെ എടുത്തു, ദൈവത്തിൻ്റെ മനോഭാവം എന്തായിരുന്നു എന്ന് കൃത്യമായി അതിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവർ പിറ്റേ ദിവസം അതിരാവിലെ ഉണർന്ന് ദഹനയാഗങ്ങളും അനുരഞ്ജനയാഗങ്ങളും നടത്തി. അവർ നടത്തിയ യാഗങ്ങൾ എന്തൊക്കെയാണ്? ദൈവത്തിന് ദഹനയാഗം നടത്തി, അനുരഞ്ജനയാഗങ്ങൾ നടത്തി. അതിനുശേഷം ജനം തിന്നാനും കുടിക്കാനും വിനോദങ്ങളിൽ ഏർപ്പെടാനും തുടങ്ങി. അതായത് അവിടെ യഥാർത്ഥത്തിൽ ദൈവത്തെ മറന്നുകൊണ്ട് വിഗ്രഹങ്ങളെ ആരാധിച്ച് പാപം ചെയ്തു എന്നാണ് പറയുന്നത്. മ്ലേച്ഛ പ്രവൃത്തികൾ ചെയ്തു, അതാണ് യഥാർത്ഥ ട്രാൻസ്ലേഷൻ കിടക്കുന്നത്. വിഗ്രഹങ്ങളിലേക്ക് അവർ തിരിഞ്ഞപ്പോൾ തന്നെ അവർ മ്ലേച്ഛമായി മാറി. അവരുടെ രീതികളും അവരുടെ പ്രാക്ടിക്കൽ സൈഡും അവരുടെ ജീവിതവും പരസ്യമായ മ്ലേച്ഛമായ രീതികളിലേക്ക് കടന്നുപോയി എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ കാണുകയാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഉടൻ താഴേക്ക് ചെല്ലുക, നീ ഈജിപ്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ മനോഭാവം. വിഗ്രഹത്തിൻ്റെ മുൻപിൽ കുമ്പിടുമ്പോൾ ഞാൻ യഹോവയ്ക്കാണ്, ദൈവത്തിനാണ്, കർത്താവായ യേശു ക്രിസ്തുവിനാണ് ഞാൻ ഈ പറയുന്ന എൻ്റെ വിനീതമായ കുമ്പിടലും അല്ലെങ്കിൽ വണങ്ങലും ഒക്കെ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നത്, ഇതാ നിൻ്റെ ജനം ദൈവത്തെ ദുഷിപ്പിക്കുന്നു.
ആ ദുഷിച്ച ജനം എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ? ഇത് നമ്മൾ ഉൾക്കൊള്ളാതെ ഒരിക്കലും ദൈവത്തിൻ്റെ മനോഭാവത്തെ, ദൈവത്തിൻ്റെ ചിന്തയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇത്രയും വലിയൊരു വിഗ്രഹാരാധന നടത്തി, ഇത്രയും വലിയൊരു പാപം ചെയ്ത് ദൈവം പറഞ്ഞു, ഞാൻ അവരെ നശിപ്പിക്കാൻ പോവുക, ഈ മലകളിലിട്ട് ഞാൻ അവരെ നശിപ്പിക്കും, അവർ ഒരിക്കലും ദേശത്ത് പ്രവേശിക്കത്തില്ല, ഒരുത്തം പോലും, ഞാൻ എല്ലാത്തിനെയും ഞാൻ ഉന്മൂലം നാശം ചെയ്യും, ഞാൻ ഇതിൽ നിന്ന് പുതിയൊരു തലമുറ ഉണ്ടാക്കിക്കോളാം മോശെ, ഓക്കെ, പക്ഷെ ഞാൻ ഈ ജനത്തെ നശിപ്പിക്കും. മോശ മധ്യസ്ഥം വഹിക്കുക ദൈവത്തിന് മുൻപിൽ. അയ്യോ കർത്താവേ, അങ്ങനെ പറയല്ലേ, ഈജിപ്തിലുള്ള ആളുകൾ പറയും നിനക്ക് കഴിവില്ലാഞ്ഞിട്ടാണെന്ന് പറയും, നീ അങ്ങനെ ചെയ്യല്ലേ, നീ അബ്രഹത്തെ ഓർക്ക്, നീ ഇസഹാക്കിനെ ഓർക്ക്, നീ യാക്കോബിനെ ഓർക്ക്, പൂർവ്വപിതാക്കന്മാരെ കരുതിയെങ്കിലും നീ ഒരു കരുണ കാണിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദൈവം ശാന്തമാകുകയും ദൈവം തനിക്ക് തൻ്റെ ജനത്തിന് നൽകാൻ വച്ചിരിക്കുന്ന ന്യായവിധിയെ കുറച്ചും കൂടി മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് ഈ വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ട് ഈ വിഗ്രഹത്തിൻ്റെ പിന്നാലെ പോയി ഇത്തരം ആരാധന രീതികളും ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും നമുക്കൊന്നും പറ്റുന്നില്ലല്ലോ. നമുക്ക് ഭൗതികമായ അനുഗ്രഹങ്ങൾ മാത്രം വന്നുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ. ഇതെന്തുകൊണ്ടാണെന്ന് അതേ അധ്യായത്തിൽ തന്നെ വ്യക്തമായിട്ട് പറയുകയാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ നന്മ പ്രവൃത്തിയോ അവരുടെ വിശ്വാസമോ പ്രതി തലമുറയോട് ദൈവം കരുണ കാണിക്കുന്നു. ഞാൻ 1000 തലമുറയോട് കരുണ കാണിക്കുന്ന ദൈവം എന്ന് ആ ദൈവം നമ്മളോട് തെളിയിക്കുന്നു എന്ന് കരുതി കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം വിഗ്രഹ ആരാധകർ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ലെന്ന് വ്യക്തമായി ദൈവവചനം പറയുക. അത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ദൈവം ഒരേ ദൈവം തന്നെ ആയാൽ അവൻ ആദിയും അന്തവും, അവൻ ആൽഫയും ഒമേഗയും, അവൻ ഒരേപോലെയുള്ള കൽപ്പനകളെ കൊണ്ടുവരുന്നവനുമാണ്. ഒരു മാറ്റവും ഇല്ല. അല്ല, പുതിയ നിയമത്തിലെ യേശു ആയതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കും, വിഗ്രഹമൊന്നും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അല്ല, നേരെ തിരിച്ചാണ്. നമ്മളവിടെ കാണുന്നൊരു പ്രധാനപ്പെട്ട പ്രവൃത്തിയുണ്ട്. മോശ താഴേക്ക് ഇറങ്ങി വരികയും ഈ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ 19 വാക്യം മുതൽ 32-19 വായിക്കുമ്പോൾ, മോശ പാളയത്തിനടുത്തെത്തിയപ്പോൾ കാളക്കുട്ടിയെ കണ്ടു, അവർ നൃത്തം ചെയ്യുന്നതും കണ്ടു, അവൻ്റെ കോപമാളിക്കത്തി, അവൻ കൽപ്പലകകൾ വലിച്ചെറിഞ്ഞ് മലയുടെ അടിവാരത്തിൽ വെച്ച് അത് തകർത്ത് കളഞ്ഞു. മോശയുടെ ഒരു ഉഗ്ര കോപം നമുക്ക് കാണാം. ദൈവം തൻ്റെ കൈപ്പടയിൽ എഴുതിയ കൽപ്പനകൾ, 10 കൽപ്പനകൾ എന്തൊക്കെയാണ്? മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഒന്നിൻ്റെയും വിഗ്രഹമോ സ്വരൂപമോ നിർമ്മിക്കരുത്. കൃത്യമായി 2ാം കൽപ്പന കിടക്കുക. ദൈവത്തിനെതിരെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യരുത് എന്നൊരു കൽപ്പന മോശയ്ക്ക് എഴുതി കൊടുത്തിട്ട് ആ കൽപ്പനയുമായിട്ട്, ആ കൽപ്പനകളുമായിട്ട് താഴോട്ട് വരുന്നത്. ഈ ഉടമ്പടി ജനവുമായി വായിച്ച് കേൾപ്പിച്ച് കഴിഞ്ഞാൽ അത് സ്ഥാപിതമായി കഴിഞ്ഞു. അപ്പോൾ മുതൽ സംഹാരദൂതൻ ഇറങ്ങുകയും സകല ജനത്തിൻ്റെയും മേലും വലിയ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ വരികയും ചെയ്യും. അതുകൊണ്ട് മോശ എന്ത് ചെയ്യുക? മോശയ്ക്ക് ശിക്ഷ കിട്ടിയാലും കുഴപ്പമില്ല എന്ന് കരുതി മോശ ദൈവത്തിൻ്റെ കൈപ്പടയിൽ എഴുതി കൊടുത്ത 10 കൽപ്പനകളെ മാറ്റുക, അതിനെ മാറ്റിവെക്കുക. യേശു പുതിയ നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് ദോഷകരമായ ലിഖിത നിയമങ്ങളെ അവൻ മാറ്റി, അവൻ അതിനെ പരസ്യമായ അവഹേളന പാത്രമാക്കി മാറ്റി. ഈ ലിഖിത നിയമങ്ങൾ, എഴുതപ്പെട്ട ദൈവത്തിൻ്റെ കൽപ്പനകൾ, അത് നമുക്ക് പ്രശ്നമാണ്, പലതും നമുക്ക് പ്രതികൂലമാണ്. കാരണം അതിനെ ലംഘിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. അതിന് കോംപ്രമൈസ് ഇല്ല. ന്യായവിധി ഉടനടി ദൈവത്തിൽ നിന്ന് കടന്നു വരും. ഈ ബോധ്യമുള്ളത് കൊണ്ട് മോശ ആ കൽപ്പലകകൾ വലിച്ചെറിയുക, അതിനെ മാറ്റുക. എന്നാൽ ഇന്ന് ആ കൽപ്പലകകൾ യേശു ആ പഴയ നിയമത്തിൻ്റെ ആ മേഖലകളെ, നമുക്ക് ദോഷകരമായി നിന്ന് ലിഖിത നിയമങ്ങളെ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വരാത്ത വണ്ണം അവൻ മാറ്റി എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, ആ ബോധ്യം നമുക്ക് തരുമ്പോൾ, ഇന്ന് ശിക്ഷാവിധി ഇറങ്ങി വരാത്തതിൻ്റെ കാരണം, ഇന്ന് നമ്മൾ അയക്കണമെന്ന് പറഞ്ഞ് വിഗ്രഹത്തിനെ വണങ്ങുമ്പോൾ, മറ്റ് പലതിൻ്റെയും പിന്നാലെ പോകുമ്പോൾ, അതിൽ നിന്ന് തേനും പാലും വരുമ്പോൾ അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും മാലിടുകയും ഇതാണ് ദൈവം, ഇതാണ് ദൈവം എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ ഉടനടി ശിക്ഷാവിധി വരാത്തതിൻ്റെ കാരണം ക്രിസ്തുവിൻ്റെ കൃപയാ, കരുണയാ. ആ മോശ ചെയ്ത ആ പ്രവൃത്തിയെ മോശയ്ക്കെതിരെയല്ല തിരിയേണ്ട. മോശ ആ പ്രവൃത്തി ദൈവം ചെയ്യിപ്പിച്ചപ്പോൾ നിനക്ക് എതിരായി ലിഖിത നിയമങ്ങളെ മോശ തന്നെ അവിടെ മാറ്റി നിർത്തുകയാണ്. അടുത്ത പ്രവൃത്തി മോശ ചെയ്ത് വളരെ കൃത്യമായിട്ട് നമ്മളവിടെ കാണുന്നതിന് 20-ാം വാക്യം, അവൻ കാളക്കുട്ടിയെ എടുത്ത് തീയിലിട്ട് ചുട്ടു, ഇത് ഇടിച്ചു പൊടിച്ച് വെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനത്തെ കൊണ്ട് കുടിപ്പിച്ചു. ഇത് കാണിക്കുന്ന മറ്റൊന്നല്ല, വിഗ്രഹത്തെ ആരാധിച്ച ജനമേ, ഈ വിഗ്രഹത്തിൻ്റെ സകല മ്ലേച്ഛതകളും നീ അനുഭവിക്കും. നിന്റെ ജീവിതത്തിൽ ഈ പ്രതികൂലങ്ങൾ ഉണ്ടാകും, ഈ പ്രതിസന്ധികൾ ഉണ്ടാകും, ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇന്ന് ഈ വിഗ്രഹാരാധനയിലേക്ക് കടന്നുപോയ ജനത്തിൻ്റെ വിശുദ്ധി എത്രത്തോളം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് എത്രത്തോളം മ്ലേച്ഛകരമായി മാറി നമ്മുടെ ക്രിസ്തീയ ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ. ഓരോ ദിവസവും പത്രവാർത്തകൾ നമ്മൾ കാണുന്നത് ഇത്തരം മ്ലേച്ഛകരമായ പ്രവർത്തികളിൽ പിടിക്കപ്പെട്ടവരെ, അത് അഭിഷിക്തരെ പോലും നമുക്ക് കാണാൻ പറ്റുന്നു. ഞാനാരെയും പേഴ്സണലായിട്ട് പറയുകയല്ല, ഒരാളുടെ പേരും വെളിപ്പെടുത്തില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുക, ദൈവത്തെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളെ കരങ്ങളിൽ എടുക്കുന്നവർ പോലും
ഇതിലേക്ക് അകപ്പെട്ട് പോകുന്നുവെങ്കിൽ, ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നുവെങ്കിൽ നമ്മൾ തിരിച്ചറിയുക, ഈ വിഗ്രഹമാണ്, ഈ വിഗ്രഹത്തിലുള്ള ആരാധനയാണ്, അതിലുള്ള വണങ്ങലാണ് ഈ മ്ലേച്ഛ പ്രവൃത്തിയിലേക്ക് അവരെ വിട്ടത്. കാരണം അതിന് തൊട്ടു താഴെ അതിന് സാധ്യതകൾ കൃത്യമായി മോശ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ വിഗ്രഹത്തെ തന്നെ പൊടിച്ച് അതിനെ കലക്കി, വെള്ളത്തിൽ കലക്കി അവരെ കൊണ്ട് തന്നെ കുടിപ്പിച്ചപ്പോൾ മോശയുടെ ഉള്ളിലുള്ള ചിന്ത ഇതാണ്: വിഗ്രഹത്തെ ആരാധിക്കുന്നവൻ ആ വിഗ്രഹത്തിൻ്റെ മ്ലേച്ഛതകളിലേക്ക് തന്നെ പോയി പോകുമെന്ന് തിരിച്ചറിയുക എന്നുള്ള ബോധ്യമാണ് മോശ കൊടുക്കുന്നത്. ഇനി അതിൻ്റെ തന്നെ 25-ാം വാക്യത്തിലേക്ക് നമ്മളൊന്ന് കടന്നു വന്നേ. ജനത്തിൻ്റെ അഴിഞ്ഞാട്ടം മോശ കണ്ടു. അഴിഞ്ഞാട്ടം, മ്ലേച്ഛ പ്രവൃത്തി, അവരുടെ പാപകരമായ പ്രവൃത്തി, അഴിഞ്ഞാടുക എന്ന വാക്ക് പറഞ്ഞിരിക്കുന്നു. അവർ മറ്റു സ്ത്രീകളുമായി അഴിഞ്ഞാടാൻ തുടങ്ങി. മോശപ്പെട്ട പ്രവൃത്തി, വ്യഭിചാരത്തിലേക്ക് അവർ കടന്നുപോയി. കാരണം വിഗ്രഹാരാധനയാകുന്ന വ്യഭിചാരത്തിലേക്ക് അവർ കടന്നുപോയപ്പോൾ, ദൈവത്തെ മറന്നുപോയപ്പോൾ ഫിസിക്കൽ വ്യഭിചാരങ്ങളിലേക്ക് അവർ തന്നെ പോയി. അത് കൃത്യമായി മോശം അവിടെ കാണിക്കുകയാണ്. അങ്ങനെ ശത്രുക്കളുടെ ഇടയിൽ സ്വയം ലജ്ജിതരാക്കത്തക്ക വിധം അഴിഞ്ഞാടുന്നതിന് അഹറോൻ അവരെ അനുവദിച്ചു. ഇന്നത്തെ പലരും അനുവദിച്ചതുപോലെ അഹറോനും അനുവദിച്ചു. ഇനി അടുത്ത വാക്യം വായിക്കാം. മോശ പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ എത്ര പേരുണ്ട്, എൻ്റെ അടുത്തേക്ക് വരട്ടെ. ലേവിയുടെ പുത്രന്മാരെല്ലാം അവൻ്റെ അടുത്തേക്ക് വന്നു. പ്രിയമുള്ള ദൈവജനമേ, എനിക്കും പറയാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങളിൽ എത്ര പേരുണ്ട് കർത്താവിൻ്റെ പക്ഷത്ത്? മോശ പറഞ്ഞതുപോലെ ഈ വിഗ്രഹങ്ങളിൽ നിന്നും ഓടിയാകുന്ന കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കാൻ എത്ര പേരുണ്ട്? നിങ്ങൾ വാളെടുക്കുക. അവനവൻ്റെ വാളുകൾ. അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഓരോ മനുഷ്യരും തൻ്റെ വാൾ പാർശ്വത്തിൽ ധരിക്കട്ടെ. കർത്താവിൻ്റെ പക്ഷത്തുള്ള വാളെടുക്ക്. ദൈവവചനമാകുന്ന വാളെടുക്ക്. ഫിസിക്കൽ വാളല്ല. യുദ്ധം നമുക്കില്ല. വാളെടുത്തവൻ വാളാൽ നശിക്കും. യേശു വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞ പ്രബോധനമാണ്. അതുകൊണ്ട് നമുക്ക് യുദ്ധമുള്ളത് ജഡരക്തങ്ങളോടല്ല. അനേക വ്യക്തികൾ നമ്മളെപ്പോലെ അബദ്ധത്തിൽ, അന്ധതയിൽ ഇന്ന് ഈ ഇസ്രായേൽ ജനം ഈ പറയുന്ന അഹറോൻ നൽകിയ അനുവാദത്തിലൂടെ തകർന്നു കിടക്കുന്ന വിഗ്രഹമെന്ന മ്ലേച്ഛതയിൽ പോയി ആ മ്ലേച്ഛതയുടെ പര്യവസാനമായി ശാരീരികമായ മ്ലേച്ഛതയിലും കഴിയുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, കണ്ടുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് ഈ വചനമാകുന്ന വാളെടുത്ത് യുദ്ധം ചെയ്യുവാൻ, ഈ വിഗ്രഹത്തിനെതിരെ ശക്തമായി വാളെടുക്കുവാൻ എത്ര പേർക്ക് സാധിക്കും? കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ നിന്റെ ദൈവവചനമാകുന്ന, നിനക്ക് നൽകിയിരിക്കുന്ന ഈ വചനമാകുന്ന വാളെടുക്കാൻ തയ്യാറാണോ എന്നാണ് ചോദിക്കുന്നത്. എത്ര പേരുണ്ട്? മോശ പറഞ്ഞപ്പോൾ വാളെടുത്തതുപോലെ ഞാനും ദൈവവചനമാകുന്ന വാളെടുക്കുക. ഈ ജനത്തെ രക്ഷിക്കുവാൻ, ഈ നമ്മുടെ ചുറ്റുപാടുമുള്ള ദൈവജനത്തെ രക്ഷിക്കേണ്ടതിന് വചനമാകുന്ന വാളെടുക്കുക. നമ്മൾ വാക്യം വായിക്കുമ്പോൾ കൃത്യമായിട്ട് അവിടെ കാണുന്നു, കർത്താവ് അരുളി ചെയ്തു, പാളയത്തിലുടനീളം കവാടം തോറും ചെന്ന് ഓരോരുത്തരും തൻ്റെ സഹോദരനെയും സ്നേഹിതനെയും അയൽക്കാരനെയും നിഗ്രഹിച്ചു. അവൻ്റെ വിഗ്രഹാരാധനയാകുന്ന പാപത്തെ ദൈവവചനമാകുന്ന വാൾ കൊണ്ട് നിഗ്രഹിക്കണം. നീ ഓടിച്ചെന്ന് അവനെ കഴുത്ത് വെട്ടണമെന്നോ അല്ലെ അവൻ്റെ വിഗ്രഹത്തെ തല്ലിപ്പൊട്ടിക്കണമെന്നോ ആ വിഗ്രഹം എടുത്ത് നശിപ്പിക്കണമെന്നോ അല്ല പറഞ്ഞിരിക്കുന്നത്. പകരം ദൈവവചനമാകുന്ന വാളെടുത്ത് വിഗ്രഹാരാധനയാകുന്ന തിന്മയെ നിഗ്രഹിക്കണം, ഇല്ലാതെയാക്കണം. അതിനെതിരെ പ്രബോധനങ്ങൾ, നിന്റെ ശബ്ദം ഉയരണം. അവിടെ ദൈവം തൻ്റെ ജനത്തിന് വെച്ചിരുന്ന മഹാമാരിയെ അല്ലെങ്കിൽ ശിക്ഷാവിധിയെ, ന്യായവിധിയെ ദൈവം മാറ്റിവെച്ചു. കാരണം ദൈവം പറയുന്നുണ്ട്, ലേവിയുടെ പുത്രന്മാർ മോശയുടെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിച്ചു. അന്നേ ദിവസം 3000-ഓളം പേർ മരിച്ചു. മോശ പറഞ്ഞു, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി ഇന്ന് നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. ഓരോരുത്തരും തൻ്റെ പുത്രനെയും സഹോദരനും എതിരായി നിന്നതുകൊണ്ട് കർത്താവ് നിങ്ങൾക്കൊരു അനുഗ്രഹം നൽകും. ശിക്ഷാവിധിയെ ദൈവം മാറ്റും, ന്യായവിധിയെ ദൈവം മാറ്റി നിർത്തും. ഇത് എത്ര പേർക്ക് ബോധ്യം കിട്ടുന്നു? എത്ര പേർക്ക് ചിന്ത വരുന്നു? ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള വിഗ്രഹത്തെ നിഗ്രഹിക്കാൻ, അതിനെ മാറ്റുവാൻ ദൈവവചനമാകുന്ന വാളെടുക്കാൻ എത്ര പേർക്ക് സാധിക്കും? ഈ മ്ലേച്ഛതയിലേക്ക് അനുവദിച്ച അഹറോനെ പോലുള്ള എത്ര പേരാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്? എത്ര അഹറോന്മാരാണ് നമ്മുടെ ചുറ്റുമുള്ളത്? ഈ അഹറോന്റെ ഈ പ്രബോധനം അനുസരിച്ച് നാശത്തിലേക്ക് പോയ, തകർന്ന് നശിച്ച് കിടന്ന എത്ര പേരാണ് നമ്മുടെ ചുറ്റുപാടുകളുള്ളത്? ഈ വിഗ്രഹത്തെ നമുക്ക് നിഗ്രഹിക്കാം, ഈ വിഗ്രഹാരാധനയെ നമുക്ക് മാറ്റിവെക്കാം. ഇനിയെങ്കിലും ഈ ഒരു ബോധ്യം നമുക്ക് കിട്ടണം. മോശ വരാൻ വൈകിയത് ദൈവത്തോട് അവൻ ചേർന്നിരുന്നത് കൊണ്ടും ദൈവമാകുന്ന കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകാനുള്ള കൽപ്പനകളെ തൻ്റെ കരങ്ങൾ കൊണ്ട് എഴുതി കൊടുത്തത് കൊണ്ടാണ്. ഇന്ന് യേശു ക്രിസ്തു വരുന്നില്ലല്ലോ. 2000 വർഷമായല്ലോ യേശു കാൽവരിയിൽ മരിച്ചു. പത്രോസ് പറഞ്ഞ് യേശു വീണ്ടും വരും, പൗലോസ് പറഞ്ഞ് യേശു വീണ്ടും വരും. എന്നിട്ട് വരുന്നത് കാണുന്നില്ലല്ലോ. യേശു വരുന്നില്ലല്ലോ. ഞങ്ങൾ ഈ വിഗ്രഹത്തിലേക്ക് പോകും, ഞങ്ങൾ ഈ ആരാധനയിലേക്ക് പോകും, ഞങ്ങൾ വിജാതീയൻ്റെ സകലതും ഞങ്ങൾ സ്വന്തമാക്കും എന്ന മനോഭാവം നമ്മളിൽ പലർക്കുമുണ്ട്. യേശു വരത്തില്ല എന്നുള്ളൊരു മനോഭാവം ഇന്ന് എത്ര ക്രിസ്ത്യാനിക്കുണ്ട്. യേശുവിൻ്റെ 2ാം വരവിനെ പ്രതീക്ഷിക്കുന്ന എത്ര പേരുണ്ട്? യേശു വീണ്ടും വരും
എൻ്റെ ആകാശത്തിൽ വാനമേഘങ്ങളിൽ എടുക്കുവാൻ തൻ്റെ വിശുദ്ധരോടുകൂടെ തൻ്റെ ദൂതന്മാരോടുകൂടെ അവൻ വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര ക്രിസ്ത്യാനിയുണ്ട് ഇവിടെ? എത്ര പേരുണ്ട്? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. പ്രിയമുള്ളവരെ, യേശു നൽകുന്ന കഴിഞ്ഞ 3 ക്ലാസ്സിലൂടെ 3 വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു വിഷയമാണ്, യേശുവാകുന്ന ആ ക്രൂശിനെ നോക്കി, യേശു നമുക്ക് വേണ്ടി ചൊരിഞ്ഞ വേദന സഹിച്ച ആ ക്രൂശ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ കൈപ്പുള്ള നിന്റെ ജീവിതം മധുരമാക്കി മാറ്റും. യേശുവാകുന്ന അവൻ്റെ ശരീരം നിനക്ക് മന്നയായി, വിശുദ്ധ കുർബാനയായി, അന്ത്യത്താഴമായി നിനക്ക് നൽകുമ്പോൾ നിന്റെ പ്രതികൂലങ്ങളെ അവൻ മാറ്റും. നിനക്ക് അനുഗ്രഹമാകുന്ന നിന്റെ വിശപ്പിനെ മാറ്റി, നിന്റെ ദാഹത്തെ എല്ലാം മാറ്റി നിന്നെ അനുഗ്രഹിക്കും. അനുദിനം ദൈവവചനം നീ സ്വീകരിക്കണം, വചനം നീ ഭക്ഷിക്കണം എന്ന് കർത്താവ് നമ്മളോട് പറയുക. വചനം ഭക്ഷിക്കാത്തവന് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ യാതൊരുവിധ യോഗ്യതയുമില്ല എന്ന് കർത്താവ് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ഇതെല്ലാം നമ്മുടെ മുൻപിലുണ്ട്. വീണ്ടും വചനം നമ്മളോട് കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്, നിനക്ക് വേണ്ടി ജലം, നിന്റെ പാറയാകുന്ന ക്രിസ്തു നിനക്ക് വേണ്ടി പിളർക്കപ്പെട്ടുകൊണ്ട് നിനക്ക് ജലം നൽകും. ഈ പ്രബോധനമെല്ലാം നമ്മുടെ മുമ്പ് വെച്ചിട്ടുണ്ട്. എന്നിട്ടും കാളക്കുട്ടിയെ തേടിപ്പോകുന്ന, കാളക്കുട്ടി ഉണ്ടാക്കുന്ന നിന്റെ വിഗ്രഹാരാധന ഇനിയെങ്കിലും നിർത്തുക. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിലും ഈ വിഗ്രഹാരാധനയിൽ കുടുങ്ങിക്കിടക്കുന്ന അനേകരെ ഇനിയെങ്കിലും കർത്താവിൻ്റെ വചനമാകുന്ന വാളെടുത്ത് തിരിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഏകസത്യദൈവമായ ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ച്, യേശുവിൽ മാത്രം നമ്മുടെ ആശ്രയം വെച്ച്, ആ യേശുവിൽ നിന്ന് നൽകപ്പെടാത്ത യാതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഒരു വിഗ്രഹത്തിൽ നിന്നുള്ള ഒരു അനുഗ്രഹം എനിക്ക് വേണ്ട. ഒരു പാലൊഴുകുന്നത് തേനൊഴുകുന്നതുമായിട്ട് യാതൊരു വിഗ്രഹത്തിൽ നിന്ന് ഒരു അനുഗ്രഹം എനിക്ക് വേണ്ട. ജീവിക്കുന്ന പുത്രനായ ക്രിസ്തു ഇന്ന് എൻ്റെ കൂടെ, നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന ബോധ്യത്തിൽ വിശ്വസിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.